സബ് ജില്ലാ കലോത്സവങ്ങൾ വരാനിരിക്കെ വിധി നിർണയത്തിലെ ക്രമക്കേടിനെതിരെ കലാധ്യാപകർ രംഗത്ത്. നിലവിൽ ഒരു അധ്യാപകന് കീഴിൽ പഠിച്ചിറങ്ങുന്നവർക്കാണ് നിരന്തരമായി സമ്മാനങ്ങൾ ലഭിക്കുന്നത് എന്ന് അധ്യാപകർ ആരോപിച്ചു. സബ് ജില്ലാ കലോത്സവങ്ങളിൽ ജഡ്ജിംഗ് പാനലിനെ തെരഞ്ഞെടുക്കുമ്പോൾ പഠിച്ചിറങ്ങിയവരെയോ കലയുമായി ബന്ധമുള്ളവരെയോ തെരഞ്ഞെടുക്കണമെന്ന് കലാ അധ്യാപകർ ആവശ്യമുന്നയിച്ചു. ഒരു അധ്യാപകന് കീഴിൽ പഠിച്ചിരുന്നവർക്കാണ് നിരന്തരമായി സമ്മാനങ്ങൾ ലഭിക്കുന്നതെന്നും അധ്യാപകർ ആരോപിച്ചു. കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിൽ തർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കലോത്സവം ഒരു ദിവസം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നും ഇവർ പറയുന്നു. സ്കൂളിൽ നടക്കുന്ന മത്സരങ്ങളിൽ തൊട്ട് തന്നെ ഇതിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒരു അധ്യാപകൻ മാത്രമാണ് ഇപ്പോഴും ഇത് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ജഡ്ജിംഗ് പാനൽ എടുക്കുന്ന സമയത്ത്, അതായത് പഠിച്ചിറങ്ങിയവര് അല്ലെങ്കിൽ അറിയാവുന്നവരെ ജഡ്ജ്മെന്റ് പാനലിലേക്ക് തെരഞ്ഞെടുക്കണമെന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കലോത്സവത്തിലുണ്ടായ തർക്കത്തെ സംബന്ധിച്ച് ഡെപ്യൂട്ടി പോലീസ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്നതാണെന്നും തുടർ നടപടിക്കായി അയച്ചിട്ടുണ്ടെന്നുമാണ് ലഭിച്ച മറുപടി. ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. കുട്ടികളെ തീരെ അവർക്കൊരു അപ്പീൽ പോലും വെക്കാൻ പറ്റിയാത്ത അവസ്ഥയിലേക്ക് താഴ്ത്തി കെട്ടുക, ഒരു എ ഗ്രേഡ് പോലും കൊടുക്കാതെ അവരെ ഏറ്റവും താഴേക്ക് വിട്ട് പിന്നെ അപ്പീലിന്റെ ഒരു അവർക്ക് അതിന്റെ ഒരു പ്രഷർ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് സാധാരണ വന്ന്. കഴിഞ്ഞ വർഷം നമുക്ക് അറിയാവുന്നതാണ്, അത്രയും തെളിവുകൾ കൊടുത്തിട്ട് പോലും ഒരു ഉപകാരം ഉണ്ടാകാതെ കുഞ്ഞുങ്ങളെ മാനസികമായി ബുദ്ധിമുട്ട് വരുത്തുകയാണ് ചെയ്യുന്നത്. ഈ നമുക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം ഓരോ കുഞ്ഞുങ്ങൾക്കും ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് അവർക്ക് പുറത്തെടുക്കാൻ പോലും പറ്റില്ലാത്തൊരു രീതിയിലേക്ക് നിങ്ങളെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. തെളിവുകൾ സഹിതം സമർപ്പിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സബ് ജില്ലാ കലോത്സവത്തിൽ എത്തുന്ന കുട്ടികൾക്ക് അപ്പീൽ നൽകാൻ പോലും സാധിക്കാത്ത രീതിയിൽ താഴ്ത്തിക്കെട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. പോലീസ് ഓഫീസർക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു. അപ്പോൾ അവിടുന്ന് പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടുന്ന് നമുക്ക് കിട്ടിയൊരു റിപ്ലൈ എന്ന് പറയുന്നത് അവർക്ക് അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ അതിന്റെ തുടർ നടപടികൾക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അന്ന് റിപ്ലൈ വന്നത്. പക്ഷേ പിന്നീട് അതിന്റെ യാതൊരു തരത്തിലുള്ള തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വർഷവും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു കമ്മിറ്റി അറേഞ്ച് ചെയ്ത് ഇങ്ങനൊരു ഇതിലേക്ക് വന്നത്. വരുന്ന സബ് ജില്ലാ കലോത്സവത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ആവർത്തിക്കപ്പെടാതിരിക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.